നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷക മുമ്പിലേക്ക് എത്തിയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് 14 തീയതിയാണ്. പത്രികകൾ നൽകി തുടങ്ങി. ഇന്ന് സാന്ദ്ര തോമസ് പത്രിക നൽകി. നിർമ്മാതാക്കളുടെ സംഘടനയുമായി വലിയ പോരിന് തയ്യാറെടുത്തിരിക്കുന്ന സാന്ദ്ര തോമസ് ഉണ്ടായ അനുഭവങ്ങൾ വെച്ച് ഇന്ന് സാന്ദ്ര തോമസ് പത്രിക നൽകാൻ വന്നത് തന്നെ ശ്രദ്ധേയമായി. പർദ്ദ ധരിച്ചാണ് വന്നത്. പർദ്ദ ധരിച്ച് അപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞ പർദ്ദ ധരിച്ച് വരാനുള്ള കാരണം വിശദീകരിക്കേണ്ടത്, തനിക്ക് ഇവിടെ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം പർദ്ദയാണ്. കാരണം സാന്ദ്ര തോമസിന് ഇതിനു മുമ്പ് അവിടെ ഒരു വിഷയമുണ്ടായി. ഇപ്പോൾ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ആ കേസിൽ 5 പ്രതികൾ എന്ന നിലയിലേക്ക് പട്ടിക തയ്യാറാക്കി കോടതിയിൽ കേസ് വാദം നടക്കുകയാണ്. പിന്നീട് സാന്ദ്രയ്ക്കെതിരെ പരാതി നൽകി. സാന്ദ്ര കോടതിയിൽ ഫൈറ്റ് ചെയ്ത് തൻ്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു എന്നൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയെന്ന ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്ന് കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാന്ദ്ര മത്സരരംഗത്തേക്ക് എത്തിയത്. അതൊരു പർദ്ദ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്നാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്. താൻ കൊടുത്ത കേസിൽ പോലീസ് കുറ്റപത്രം കൊടുത്ത പ്രതികളാണ് അധികാരത്തിലുള്ളത്. ഇവിടെ വരാൻ എന്തുകൊണ്ടും ഇതാണ് യോജിച്ച വസ്ത്രം. ഇതാണ് സാന്ദ്ര പറയുന്നത്. യോജിച്ച വസ്ത്രം ഇതാണ്. അപ്പോൾ ഒരു തുറിച്ചുനോട്ടം, അവിടെ ഉണ്ടായ സംഭവമൊക്കെ നമ്മൾ വാർത്ത തുറിച്ചുനോട്ടം ഉണ്ടായി. സാന്ദ്രയുടെ മുകളിലത്തെ ബട്ടൺ അഴിഞ്ഞു കിടന്നു. അപ്പോൾ സാന്ദ്ര ഉപയോഗിക്കുന്നതിൻ്റെ പല കളറുകളെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വരാൻ പർദ്ദയാണ് എന്ന നിലയിലേക്ക് പർദ്ദ ധരിച്ചാണ് ഇവിടെ വന്നത്. സംഘടനാ പുരുഷന്മാരുടെ കുത്തക അത് മാറ്റേണ്ടതാണെന്ന് സാന്ദ്ര പറയുന്നു. തനിക്ക് മാറ്റം കൊണ്ടുവരാനാകും. പാനലിൽ മത്സരിക്കും. നിർമ്മാതാവ് ഷീലുവും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകും എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ഒരു പാനൽ ഉണ്ടാകുമെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇപ്പോഴത്തെ ഭാരവാഹികൾ തുടരില്ലെന്ന് ഉറപ്പുണ്ടെന്ന് സാന്ദ്ര തോമസ് പറയുന്നു. പർദ്ദ ബൈബിളിൽ സാറായിട്ട വേഷമാണ്, മതപരമായ കാണേണ്ടതില്ല. അത്ര മതപരമായ ഒരു പർദ്ദയാണല്ലോ. അപ്പോൾ കൃത്യമായി പറയുന്നു, പർദ്ദ ബൈബിളിൽ സാറ ഇട്ട വേഷമാണ് എന്ന് കൂടെ സാന്ദ്ര തോമസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ചോദ്യം ചോദിക്കുന്നവരെ പുറത്താക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ മത്സരരംഗത്തേക്കുള്ളത്. ഹേമ കമ്മിറ്റി പറയുന്ന പവർ ഗ്രൂപ്പ് പോലെയാണ് സംഘടനയിലെ ഭാരവാഹികളെന്നും പറയുന്നുണ്ട്. തൻ്റെ പത്രിക തള്ളാൻ ഒരു ശ്രമം നടക്കുന്നു എന്നും സാന്ദ്ര തോമസ് പറയുന്നു. 2 സിനിമകൾ മാത്രം നിർമ്മിച്ച നിർമ്മാതാവ് എന്ന് പറഞ്ഞ് തൻ്റെ പത്രിക തള്ളാൻ ശ്രമം നടക്കുന്നുണ്ട്. താൻ നിരവധി സിനിമകൾ നിർമ്മിച്ച ആളാണ്. തൻ്റെ പേരിൽ സെൻസർ ചെയ്ത സിനിമകളുടെ സർട്ടിഫിക്കറ്റും സമർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 സിനിമയിലെ അന്ന് ഫ്രൈഡേ ആയിരിക്കുമ്പോൾ 2 സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നും സാന്ദ്ര പറഞ്ഞു. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിൻ്റെ ജ്വാലയാണ് ഇന്ന് സാന്ദ്ര തോമസ് അവിടെ പർദ്ദയിട്ട് വന്നത്. അന്നുണ്ടായ സംഭവം വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. സാന്ദ്ര ഒരു വനിത എന്ന നിലയിൽ പുരുഷന്മാരുടെ അടുത്തിരിക്കുമ്പോൾ അത്തരം ഒരു വിഷയമുണ്ടാകുന്നു. അതിനൊക്കെ നിർമ്മാതാക്കൾ കൃത്യമായി മറുപടി നൽകിയ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. കോടതിയിൽ അവർ മുൻകൂർ ജാമ്യം വരെ എടുക്കേണ്ട ഒരു നിലയിലേക്ക് ഈ പർദ്ദ ധരിച്ചുകൊണ്ടാണ് ഇന്നൊരു പ്രതിഷേധ ദിനമായി തന്നെ പ്രതിഷേധമാണ് ഇത്. പർദ്ദ എന്നത് പ്രതിഷേധം മാത്രമാക്കി തന്നെയാണ് സാന്ദ്ര തോമസ് വന്നത്. അത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിൽ സ്ത്രീകൾ വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പുരുഷന്മാരാണ് നിർമ്മാതാക്കൾ. ആ സംഘടനയിൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പർദ്ദ ധരിച്ച് വന്ന് ഒറ്റയ്ക്കുള്ള ഫൈറ്റല്ല, അതിൽ പാനലുണ്ടാകും. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാകേഷാണ് മത്സരിക്കുന്നത്. ട്രഷററായ ലിഷു ശിവനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മഹാസുബൈർ ആയിരിക്കും ട്രഷറർ സ്ഥാനത്തേക്ക് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പിന്നീട് മറ്റ് ഭാരവാഹികളൊക്കെ ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. 2-ാം തീയതിയാണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ്. അതിനു മുമ്പ് തന്നെ ഇന്ന് സാന്ദ്ര തോമസ് എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പർദ്ദ ധരിച്ചു വന്ന് പത്രിക സമർപ്പിക്കുകയും അതിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇത് പൂർണ്ണമായ രൂപവും ഇനി നമ്മൾ പറയുന്നതാണ്. സാന്ദ്ര പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായ രൂപത്തിൽ ഞങ്ങൾ ഈ വാർത്തയോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. 1-ാം പ്രതി ആൻഡോ ജോസഫായ പ്രസിഡന്റ് ആണ്. 2-ാം പ്രതി സെക്രട്ടറിയാണ് ബി രാകേഷ്. വരണാധികാരി ഇല്ല, അതൊരാളല്ലേ ഉള്ളൂ. അത് പുറത്തു നിന്നുള്ള വ്യക്തിയാണ് വരണാധികാരി.
ഞാൻ പറയുന്നത് ഭരണാധികാരികളെ കുറിച്ചാണ്, ഇവിടുത്തെ അസോസിയേഷൻ ഭരണാധികാരികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അസോസിയേഷൻ്റെ ഇപ്പോൾ ഇലക്ഷൻ ഭരണാധികാരി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ളൊരു വ്യക്തിയാണ്, ഒരു അഡ്വക്കേറ്റ് ആണ്. അന്നുണ്ടായ ഒരു മോശം അനുഭവത്തിന്റെ ആ പശ്ചാത്തലം ഇപ്പൊ തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല. സ്ത്രീകൾക്ക് എൻ്റെ കൂടെ തന്നെ ഇപ്പം മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട്. ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ, ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. ഇവിടെ മാറ്റങ്ങൾ വരണം. ഏത് സ്ഥലത്താണെങ്കിലും കുറച്ച് പേര് അത് കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുരടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ സംഘടനകളിൽ നിന്നും താഴെയാണ് നിൽക്കുന്നത്. അത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരികളാണ്. അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രി, ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് മാറ്റം കൊണ്ടുവരാൻ സാന്ദ്രയ്ക്ക് വേണ്ട പിന്തുണയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പം ഞാൻ ഇലക്ഷന് ഈ മത്സരിക്കുന്ന വേളയിൽ ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ വളരെ ശക്തമായിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മളൊരു പാനലായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുന്നത്. ഇത് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും, ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത്. പാനൽ പതുക്കെ അറിഞ്ഞാൽ പോരെ. അത് എൻ്റെ പേര് നിർദ്ദേശിച്ചേക്കുന്നത് എൻ്റെ ഫാദർ, ഇവിടുത്തെ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. രണ്ടാമത് ചെയ്തിരിക്കുന്നത് ഷീല ചേച്ചിയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഇനി പുതിയ ഭരണസമിതി വരുന്നത്, അല്ലെങ്കിൽ ഈ മാറ്റം വരുന്നത് വരെ ഇതാകുമോ വസ്ത്രം? അല്ല, ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് വരാൻ വേണ്ടി ഈ വസ്ത്രം അത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇരിക്കുന്ന അസോസിയേഷനിലേക്ക് വരാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ള മാത്രമേ. അവർ തുടരില്ല. അതിൽ മാറ്റം ഉണ്ടാവും. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന നട്ടലുള്ളവരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, ഇത് അങ്ങനെ ഒരു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല. ഇത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ്. അപ്പോൾ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അപ്പോൾ അത് ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ്, സ്ത്രീകൾക്ക് ധരിക്കാവുന്ന ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാൻ അതിന്. അല്ല, വേറെയും ആൾക്കാരുണ്ട്. ഇപ്പം ഷീല ചേച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ വേറെയും ആൾക്കാർ, സ്ത്രീകൾ വരും. പലർക്കും ഭയമാണ്. ഭയത്തിൽ തന്നെ പലർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനും ഭയമാണ്. അത് അവർ വരുമ്പം അറിയാലോ, 3-4 പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് അവര് വരുമ്പോ അറിയാം. അന്നൊരു വനിത ഉണ്ടായിരുന്നു, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ. അന്ന് എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഒരു വനിത ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒന്ന് സാന്ദ്ര വന്നു. അന്നൊന്നും ആ വനിതാ മെമ്പറിനടുത്ത് സാന്ദ്ര ഇത് കുറിച്ച് സംസാരിക്കുക, അവരിൽ നിന്ന് ഒരു പിന്തുണ ലഭിക്കുക ഒന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞു എൻ്റെ ആ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ കാര്യം അവർക്ക് പാരമ്പര്യമായിട്ട് ഈ അസോസിയേഷനിലുള്ള ആളുകളാണ്. അപ്പം എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാവും. കാര്യം ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രതികരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പേഴ്സണലി അവരെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റുക. ഞാനും ഓർത്തു എന്തുകൊണ്ടാണ് സാൻഡ്രയ്ക്ക് അങ്ങനെ ഒരു മോശം അനുഭവം അവിടെ സംഭവിച്ചത് എന്ന് ഞാനും വിചാരിച്ചിരുന്നു എന്നൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാനിതിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ധൈര്യമില്ലാത്തടുത്ത് സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ? താങ്കളുടെ അംഗത്വം തന്നെ കോടതി നടപടികളാണ് ഇപ്പം നിലനിർത്തിയേക്കുന്നത്. അതെ, അതായത് നിലനിർത്തിയേൽക്കുന്നതല്ല, അവർ ചെയ്തത് തെറ്റായ പ്രവൃത്തിയാണ്. ഞാൻ ഒരു കംപ്ലൈൻറ്റ്, എനിക്കുണ്ടായ ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവർ അതിന് പകരം എന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. അത് തെറ്റായ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. നടപടി പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആരെന്ത് ചോദ്യം ഉന്നയിച്ചാലും അവരെ പുറത്താക്കുക എന്നുള്ളൊരു രീതിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത്. ഇപ്പം ഷീല ചേച്ചി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് അവർക്ക് ഉടനെ ഷോക്കോസ് നോട്ടീസാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുത്തത്. ഷോക്കോസ് നോട്ടീസ്, ഇതിൻ്റെ പുറകെ ഓരോ അതിന് അവർക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് 35,000 രൂപയാണ്. ഇത് ഓരോ നിർമ്മാതാവിനും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ആരും കംപ്ലൈൻ്റ് ആയിട്ട്
മുന്നോട്ട് പോകാത്തത്. ഇപ്പം സ്ത്രീകൾ തന്നെ മോശം അനുഭവം പറയുമ്പോൾ ഇവരോട് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്നത് ഇവരോടാണ്. അപ്പം നമുക്കുണ്ടായേക്കുന്ന മോശം അനുഭവം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് പരിഹാസത്തോടെയാണ് അവർ കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ലിസ്റ്റിൻ അതിനെ കളിയാക്കി അത് എന്താ പറയുക, ഞാൻ ഒരു പൊതുമാധ്യമങ്ങളിൽ അങ്ങനെ പറയാൻ പാടില്ല, അത്രയും മോശമായിട്ടാണ് ഒരു പുരുഷൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ അത്രയും മോശമായിട്ടാണ് അവരോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഇപ്പോൾ സാന്ദ്രയ്ക്കെതിരെ പല ഭാഗത്തുനിന്നും മാനനഷ്ട കേസ് വരുന്നുണ്ട്. അതെ, ഞാൻ മാനനഷ്ട കേസ് ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ നിൽക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ അവർ ഭയന്നു. എന്തിനാണ് ഭയക്കുന്നത്? ഇത് മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത്. അതാണ് ചോദിക്കാൻ മതി. ഈ ജനാധിപത്യമായ രീതിയിലാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ഉണ്ടാവാറുള്ളത്. പോളിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത്. അത് സമവായത്തിലൂടെ തെരഞ്ഞെടുക്കുകയാണോ പതിവ്? അല്ല, ഇവിടെ പാനൽ ഉണ്ടാവാറുണ്ട്. ആ പാനലിനാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ്. ഇപ്പൊ വേറെ ആരും ഇവർക്കെതിരെ വരുന്നില്ല. ഇപ്പൊ പോലും പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ശ്രീ ബി രാഗേഷ് ആണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിനെതിരായി നിൽക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ല ഇവിടെ. അപ്പോൾ അത് തന്നെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ്. മുന്നോട്ട് വരുന്നില്ല ആളുകൾ. മത്സരിക്കണ്ടേ? ഈ 2-ാം തീയതിയാണ് ഇതിന്റെ അവസാന ഡേറ്റ്. നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ്. 4-ാം തീയതി സ്ക്രൂട്ടണിയാണ്. അപ്പോൾ ഇനിയും എനിക്കെതിരെയുള്ള അവരുടെ ഒളിയമ്പുകൾ ഇരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഈ നോമിനേഷൻ തള്ളാനായിട്ടുള്ള എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണങ്ങളും അവർ നടത്തുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ ഒരു ഫൈറ്ററാണ്. ഞാനത് അവസാനം വരെ ഞാൻ പൊരുതുക തന്നെ ചെയ്യും. എപ്പോഴും കൂടെ ഇന്ന് ഇവിടെ ഫൈറ്റുന്ന വിനയ് സാറാണ്. വിനയ് സാർ മത്സരിക്കുന്നുണ്ടോ? ഇതിൽ പൂർണ്ണ പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മത്സരിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഈ തുറിച്ചുനോട്ടങ്ങൾ ഒഴിവാക്കാൻ വസ്ത്രധാരണ രീതി മാറ്റിയാൽ മതി എന്നുള്ള അഭിപ്രായത്തോട് ന്യായീകരിക്കുന്നതാവില്ലേ ഈ ഒരു പർദ്ദയിൽ? അല്ല, അതല്ല. ഇത് ഞാൻ എൻ്റെ മാത്രം നിലപാടിന്റെ ഭാഗമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീർച്ചയായിട്ടും അതെ. അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രം. അതിന് കാരണം അവർ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ 2 സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണെന്നാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഞാൻ 16ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. കൂടാതെ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവ് കൂടെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 സിനിമകളെ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ അവർ ഇതിനെ തള്ളാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നത്. അത് തെറ്റായ കാര്യമാണ്. ബൈലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് റെഗുലർ മെമ്പറിനും 3 സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിൽ ഇവിടുത്തെ കീ പോസ്റ്റിൽ മത്സരിക്കാം എന്ന് കൃത്യമായി ബൈലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഈ നാമനിർദ്ദേശ പത്രികയുടെ കൂടെ തന്നെ 3 സെൻസസ് സർട്ടിഫിക്കറ്റും വെച്ചു. സക്രിയയുടെ ഗർഭിണികൾ, മങ്കി പെൻ, അടികപ്പിയാരെ കൂട്ടമണി, ഈ 3 സിനിമകളും എല്ലാവർക്കും അറിയാവുന്ന സിനിമകളാണ്. ഈ 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിലാണ് ഈ 3 സിനിമകളും സെൻസർ ചെയ്തിരിക്കുന്നത്. ഈ ആരോപണങ്ങളെ നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ കേസ് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ 4 പേരെ ഒന്നാം പ്രതി ശ്രീ ആൻഡോ ജോസഫ്, 2-ാം പ്രതി ബി രാഗേഷ് സെക്രട്ടറി, 3-ാം പ്രതി അനിൽ തോമസ്, 4-ാം പ്രതി ഔസേപ്പച്ചൻ, ഇങ്ങനെ 4 പേരെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. മാത്രമല്ല ഇപ്പം ഈ പറയുന്ന സെക്രട്ടറിയായ ശ്രീ ബി രാഗേഷ് ഇപ്പം നമ്മുടെ മീഡിയകളിലൂടെയും എല്ലായിടത്തും വളരെ ചർച്ചയായ ഒരു കാര്യമാണ് ഈ ലഹരിയുടെ ഉപയോഗവും സിനിമാ മേഖലയിലെ ലഹരിയും ഇതിനെ സംബന്ധിച്ച്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇതിൽ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറെ വെച്ച് അദ്ദേഹം പടം അനൗൺസ് ചെയ്തു. അപ്പോൾ പോലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റ് നിർമ്മാതാക്കളോട് പറയുന്നത് ഇവർ പ്രൊഡ്യൂസേഴ്സ് ഈ നടന്മാരുടെ കയ്യിൽ നിന്ന്
അഫിഡവിറ്റ് വാങ്ങണം എന്നാണ്, ഇവർ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള അഫിഡവിറ്റ് വാങ്ങണം എന്ന നിബന്ധന വെക്കുമ്പോൾ, ഒരു സൈഡിൽ കൂടെ നിബന്ധന വെക്കുമ്പോൾ പാവപ്പെട്ട ഈ നിർമ്മാതാക്കൾ പോയി ആർട്ടിസ്റ്റിനോട് ഈ അഫിഡവിറ്റ് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ ആ പ്രോജക്റ്റ് നഷ്ടമാവുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെക്രട്ടറി ചെയ്യുന്ന എന്താണ്, സെക്രട്ടറി അതേ ഡയറക്ടറെ വെച്ച് ഉടനെ തന്നെ പടം അനൗൺസ് ചെയ്യുന്നു. എന്ത് നിലപാടാണ് അതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ കാർന്നവർക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത്, അതേപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.